ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 തീയതിയാണ്. ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1:55 പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറാണ്. ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം സംബന്ധിച്ചിടത്തോളം കാലം ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ അവസാനത്തെ 3/4 ഭാഗം കൂടുന്ന തുലാക്കൂറുകാർക്ക് അവരുടെ പ്രത്യേകപരമായിട്ടുള്ള താല്പര്യത്തിനും അവനവന്റെ അഭിരുചിക്കും അനുസരിച്ച് ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും വളരെ ഉത്തമപരമായിട്ട് വരുവാനുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം, പുതിയ വർഷം. അതുപോലെ ചെയ്യുന്ന തൊഴിലിന് ആത്മാർത്ഥതയും, ചെയ്യുന്ന തൊഴിലിന് വ്യക്തതയും, അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള വ്യാഗ്രതയും ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ തന്നെ കുടുംബത്തിൽ അന്തരീക്ഷം വളരെ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടാവും. ആ ശ്രമത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. നല്ലപോലെ ശ്രദ്ധയുണ്ടാവും. സന്താനങ്ങളെ നല്ല വിധത്തിൽ നടക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻഗേജ്മെന്റ്, വിവാഹം എന്നിവയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുവാനുള്ള സാധ്യതയാണ്. ഉത്തമപരമായിട്ടുള്ള ഓരോരോ പ്രവൃത്തികൾ മൂലം പ്രാരാബ്ധ സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മിടുക്ക് കാണിക്കാനുള്ള സാധ്യതയും, അലോസരമായിട്ട് കിടക്കുന്ന ചില പദ്ധതികളിനെ തിരഞ്ഞെടുത്തെടുത്ത് അത് പുതിയ പദ്ധതിയിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകളും, ഗവൺമെന്റ് തലത്തിലുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിജയകരമായി സക്സസ്ഫുൾ ആക്കുവാനുള്ള സാധ്യതയും ഈ വർഷം ഇവർക്ക് സാധിക്കും എന്നല്ല പറയാം. അതായത് കുറച്ച് റിസ്ക് പിടിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഏറ്റെടുത്ത് നടത്തി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിജയസാധ്യത, എല്ലാറ്റിനും ഒരു വിജയസാധ്യത കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് സന്താന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും സന്താനങ്ങൾ ഇല്ലാത്തവർക്കും ഈ വർഷം സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം ഉള്ളത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളോ, വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളോ, വിദേശ സംബന്ധമായിട്ടുള്ള എക്സ്പോർട്ടിങ്ങുകളോ, ഇമ്പോർട്ടിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയുള്ള വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് എന്നിവയെ മേൽക്കോയ്മ വരിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുവാനും അവരുമായി ചർച്ചകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോരോ തൊഴിലിനനുസരിച്ചും നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പ്രൊമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ഉദ്ദിഷ്ട സ്ഥലത്തിലേക്ക് നമ്മൾക്ക് പോകണമെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നതെല്ലാം പോകാനുള്ള വ്യഗ്രത ഉണ്ടാവും. അതുപോലെ തന്നെ ഭവനം മോടി പിടിപ്പിക്കുന്നതിലും ഭവനം നിർമ്മിക്കുന്നതിലും കുറച്ചൊരു ആഗ്രഹം പ്രകടിക്കുകയും അത് സാഫല്യമാക്കാനുള്ള തയ്യാറെടുക്കുകയും ആ സാഫല്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തിയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിച്ച സാധനങ്ങൾക്ക് വേണ്ടി വളരെ പ്രയത്നിക്കും. ഒടുക്കത്തിൽ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം കൈവരിക്കുവാനുള്ള ഒരു വർഷം കൂടിയായിരിക്കുന്നത്. ആ പ്രണയ സാഫല്യത്തിന്റെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള സാധ്യതയും ഈ വർഷം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അവരുടെ സ്ഥാനമാന പദവികൾ മനസ്സിൽ ഊഹിച്ചു കൊണ്ടുള്ള സ്ഥാനമാന പദവികൾ
വഹിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും അവർ പ്രകടിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ആ പ്രകടിപ്പിക്കുന്നത് മൂലം നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ ശ്രദ്ധയോടുകൂടി അവർക്ക് സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സിനിമാ മേഖലയിൽ പുതുമുഖങ്ങൾ കയറി വരുവാനുള്ള സാധ്യതകൾ. ഈ രാശിയിൽപ്പെട്ടിരിക്കുന്ന തുലാക്കൂറിൽപ്പെട്ടിരിക്കുന്ന അവർക്ക് സിനിമാ മേഖലയിൽ കടന്നുകൂടുവാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ ആ തുലാക്കൂറിൽപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചെങ്കിലും പേർക്ക് ചാൻസ് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. അത് ഏത് വകയിലായിക്കോട്ടെ, ടെക്നീഷ്യൻ സംബന്ധമായിട്ടോ സംവിധാനമായിട്ടോ സംഗീതമായിട്ടോ സ്ക്രിപ്റ്റായിട്ടോ അങ്ങനെ ഏത് വിധത്തിലും പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. വിവരാവകാശ കമ്മീഷൻ, ജനസമൃദ്ധിയായിട്ടുള്ള ഇത്, അതുപോലെ തന്നെ ജനസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ജനത്തെ സംരക്ഷിക്കേണ്ട സംരക്ഷണങ്ങൾ, അങ്ങനെയുള്ളതിൽ പങ്കെടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും ഈ വർഷം കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജലാശയ സംബന്ധമായിട്ടുള്ള വർക്കുകളും ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ കടൽ സംബന്ധമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ, അതുപോലെ തന്നെ ജലാശയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വലിയ വിജയ സാധ്യത ഉറപ്പാക്കാം. അതുപോലെ തന്നെ ഖനന സംബന്ധമായിട്ടുള്ള പെട്രോൾ ഖനനം, ഡീസൽ ഖനനം, കൽക്കരി സംഭരണം, അങ്ങനെ സംസ്കരിക്കുന്ന ഓരോരോ വിഷയങ്ങളിൽ ഉള്ള പദ്ധതികൾക്കും പൈലറ്റ് സംബന്ധമായിട്ടും എയർപോർട്ട് സംബന്ധമായിട്ടും ഹോസ്പിറ്റലേഷൻ സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കും ഉചിതപരമായിട്ടുള്ള നീക്കങ്ങളും പ്രോത്സാഹനം കിട്ടുവാനുള്ള സാധ്യതയും ഈ വർഷം പ്രതീക്ഷിക്കാം. ഇവർക്ക് എന്തായാലും ഉചിതപരമായിട്ടുള്ള വർഷം തന്നെയാണ് തുലാക്കൂറുകാർക്ക്. പുതുവർഷ പിറപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവിച്ചു തുടങ്ങാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. നമസ്കാരം.